പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് 5D ഹോളോഗ്രാം ഫാനാണ്. എൻ്റെ ഈ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റാണ് 5D ഹോളോഗ്രാം ഫാന്. ഈ ഒരു ഫാൻ നമുക്ക് ബിസിനസ് റിസപ്ഷനിലൊക്കെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ അഡ്വർടൈസ്മെൻ്റൊക്കെ പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. തെർമോകോൾ പാക്കിങ്ങിനകത്താണ് വരുന്നത്. ഇതിനകത്ത് റിമോട്ട് ഉണ്ടാവും, പിന്നെ ഇതിൻ്റെ ഫിറ്റിങ്സ് ഉണ്ടാവും, ക്ലാമ്പ് കാര്യങ്ങൾ, പെൻഡ്രൈവ് റീഡ് ചെയ്യുന്ന സാധനങ്ങൾ, പിന്നെ ഇതിൻ്റെ കാറ്റലോഗ് ഉണ്ടാവും. ഇപ്പോൾ സമയമുള്ളവർ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. പിന്നീട് ഇതിനകത്തുള്ളത് ഇതിൻ്റെ ബേസ് യൂണിറ്റ് ആണ്. ഈ ഒരു ബേസ് യൂണിറ്റിലേക്കാണ് നമ്മൾ ലീഫ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത്. ഈ 2 ലീഫാണ് ഇതിനകത്തുള്ളത്. ലീഫിൻ്റെ ഈ LED കാണുന്ന വശമാണ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. ഇതാണ് രണ്ടാമത്തെ ലീഫ്. ഇതൊരു ലീഫിൻ്റെ നീളം 21 സെൻറ്റിമീറ്റർ ആണ്. രണ്ടെണ്ണം കൂടെ ചേർത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും 42 സെൻറ്റിയാണ് ഈ ഒരു ഫാന്. നമുക്ക് മറ്റളവുകളിലും ഫാൻസ് ലഭ്യമാണ്. ഈ ഒരു ബേസ് യൂണിറ്റിലേക്ക് അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ കണക്ടർ വരുന്ന ഭാഗം ഈ ഒരു രീതിയിലാണ് അതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യുക. അത് അപ്പം എഴുതിയിരിക്കുന്ന വശം മോൾ വശത്താണ് വരിക. 2 സൈഡിലും നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സ്ലോട്ട് വഴി അകത്തേക്ക് അത് പ്രസ് ചെയ്തിടുമ്പോഴത്തേക്ക് ടക്കെന്നൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ അത് ലോക്കായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി അവിടെ കാണുന്ന ആ ഒരു ഹോളിൽ ചെറിയൊരു പിന്നിട്ട് കുത്തിക്കഴിഞ്ഞാൽ അത് വലിച്ച് പുറത്തേക്ക് എടുക്കാം. അപ്പുറത്തെ സൈഡിലും അത് അങ്ങോട്ടേക്ക് ഇട്ട് ടക്കെന്ന സൗണ്ട് കേൾക്കുമ്പോൾ അത് ലോക്കായി. ഇനി ഇതിനോടൊപ്പം കിട്ടിയിരിക്കുന്ന ബ്ലാക്ക് കളറിലെ ചെറിയ സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഇത് സെക്യൂർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇത് നേരെ തിരിച്ച് വെച്ചിട്ട് ഇതിനകത്ത് കാണുന്ന ബ്ലാക്ക് സ്ക്രൂ ഉപയോഗിച്ചിട്ട് സ്ക്രൂ ഡ്രൈവറും വെച്ചിട്ട് നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്ന ഹോളിൽ നമുക്കിത് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പുറത്തേക്ക് വരത്തില്ല. ഈ കാണുന്ന ഹോളിലാണ് അത് സ്ക്രൂ ചെയ്യാൻ പോകുന്നത്. അവിടെ ആ സ്ക്രൂവിലേക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ള സ്ക്രൂ ഇട്ട് അത് മുറുക്കി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇത് അവിടെ ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ ഇത് എങ്ങോട്ടേക്കും പോവില്ല. പിന്നെ ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 സൈഡിലും നമുക്ക് സ്ക്രൂ ഇടണം. 2 സൈഡിലും സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. വലിയ പിടുത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ നമുക്കിത് നേരെ ഇത് മുകളിൽ വാൾ യൂണിറ്റിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിനുള്ള ക്ലാമ്പ് ഇതിൻ്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട്. ആ ഒരു ക്ലാമ്പ് നമുക്ക് ഇതിൻ്റെ കൂടെ ഫിഷർ വെച്ചിട്ട് നമുക്ക് ഭിത്തിയിൽ ഉറപ്പിക്കുക. ഈ കാണുന്നതാണ് ഇതിൻ്റെ ക്ലാമ്പ് വരുന്നത്. ജസ്റ്റ് നമുക്കിത് ഇളക്കണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് പൊക്കി പുറത്തേക്ക് എടുക്കാനും പറ്റും. ഇതിടണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അകത്തേക്കിട്ട് താഴേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ കൂടെ ഉള്ളത് 12 വോൾട്ട് DC അഡാപ്റ്ററാണ്. ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നതാണ്. അത് വെച്ചിട്ടാണ് ഇതിനകത്തേക്ക് പവർ കൊടുക്കുക. ജസ്റ്റ് ആ ഫാൻ അവിടെ നമ്മൾ ഫിക്സ് ചെയ്തു. അതിനകത്തേക്ക് 12 വോൾട്ട് DC അഡാപ്റ്റർ കൊടുത്തിട്ട് അത് പവർ ചെയ്ത് കഴിഞ്ഞു. പവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്കതൊന്ന് സ്വിച്ച് ഓൺ ആക്കി നോക്കാം. സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് ഈ ലീഫ് റൊട്ടേറ്റ് ആവും. ഈ ലീഫിൻ്റെ അകത്ത് ഇമേജസ് വരുന്നത് ഈ ഒരു ഡിസ്പ്ലേയ്ക്കകത്ത് ഒരു മെമ്മറി കാർഡുണ്ട്. ആ മെമ്മറി കാർഡിനകത്താണ് ഇമേജസ്, വീഡിയോ ഫയൽസൊക്കെ സേവായി കിടക്കുന്നത്. ആ ഒരു ഫയൽസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അകത്തേക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു 3D ഹോളോഗ്രാം ഫാനിൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ കൂടെയുള്ള റിമോട്ടുണ്ട്. റിമോട്ട് യൂണിറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗിഫ് ഇമേജസ് കിട്ടും. അത് കൂടാതെ നമുക്ക് മൊബൈലിൽ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസ് ഇതിനകത്തേക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആപ്ലിക്കേഷനെ പറ്റി ഡീറ്റെയിൽഡൊക്കെ ഞാൻ ഇതിനോട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതിൻ്റെ പാസ്വേഡ് വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്യുക. ആ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിലെ ഗാലറീസിലുള്ള വീഡിയോസ് നമുക്ക് ഇതിനകത്തേക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പം നല്ല ഭംഗിയാണ്. ഇത് കറങ്ങുമ്പോൾ റൊട്ടേറ്റ് ആകുമ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് 2 ലീഫ് കറങ്ങുമ്പോഴാണ് ഇതിനകത്തുനിന്ന് ഈ വീഡിയോ വരുന്നതെന്നൊന്നും നമുക്ക് തോന്നില്ല. ഇത് എയറിൽ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതൊരു ഇരുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ജസ്റ്റ് ആ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഇത് എടുത്തു തരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പം ആ ഒരു ലീഫിൻ്റെ ആ ഒരു റൊട്ടേഷനൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല. ഇത് നേരിട്ട് കാണുമ്പോൾ ഒട്ടും അതിനകത്ത് കാണാൻ കഴിയത്തില്ല. ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും നേരിട്ട് കാണുമ്പോൾ നമുക്കിതിനകത്ത് ഫീൽ ചെയ്യുന്നത്. ഇനി അടുത്ത അതിൻ്റെ റിമോട്ടിലുള്ള സെറ്റിങ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഡിസ്പ്ലേയുടെ കൂടെ കിട്ടുന്ന റിമോട്ട് നമുക്കിതിനകത്തേക്ക് IR ഉപയോഗിച്ചിട്ടാണ് കണക്റ്റ് ആവുക. ഒരു IR റിസീവർ ഈ ഒരു ഡിസ്പ്ലേക്കുള്ളിലുണ്ട്. നമ്മളുടെ TV ഒക്കെ നിയന്ത്രിക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷനും. ഇത് ഓൺ ഓഫ് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ഓണും ഓഫും ആക്കാനായിട്ട് പറ്റും. ഇത് ജസ്റ്റ് ഞാനിതിനെ ഓഫ് ആക്കുകയാണ്. ഓഫ് ആക്കുമ്പോൾ ഡിസ്പ്ലേ അവിടെ ഓഫ് ആവുന്നത് കാണാൻ പറ്റും.
പിന്നെ നമുക്ക് തിരിച്ചത് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ കളറിലുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് ഓണായി വരികയും ചെയ്യും. പിന്നെ ഇതിനകത്ത് നമുക്ക് ഓരോരോ ഫങ്ഷൻസ് മാറ്റാൻ വേണ്ടിയിട്ടും ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ് ഈ ഒരു റിമോട്ടിൽ നൽകിയിട്ടുണ്ട്. അതുപയോഗിച്ച് നമുക്കിതിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. അടുത്ത ജസ്റ്റ് ഇതിൻ്റെ കാറ്റലോഗിനകത്ത് ഇതിൻ്റെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യാം. iOSനും ആൻഡ്രോയിഡിനും വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് QR കോഡ് നൽകിയിട്ടുണ്ട്. അതുപയോഗിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇതിപ്പോൾ മൊബൈലിൽ വൈഫൈയിൽ ലോങ് പ്രസ് ചെയ്യുക. വൈഫൈയിൽ ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫാനിൻ്റെ 3D എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് കാണാനായിട്ട് പറ്റും. അതിനകത്ത് ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണക്റ്റ് ആവുന്നതാണ്. ചില സാഹചര്യത്തിൽ ഇത് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ 1 2 3 4 5 6 7 8 ആണ് ഇതിൻ്റെ പാസ്വേഡ്. അപ്പോൾ ഇത് ജസ്റ്റ് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. നിങ്ങളിത് വാങ്ങിക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ 5D എന്ന് പറയുന്ന 5D ഡിസ്പ്ലെയർ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അതിനകത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷനകത്ത് ഇതിനകത്ത് റൺ ആയിക്കൊണ്ടിരിക്കുന്ന കണ്ടൻ്റ് എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു കണ്ടൻറ്റ് നമുക്ക് അവിടുന്ന് ഓരോന്നോരോന്ന് പ്ലേ ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും, ഒക്കെ ഇവിടുന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ കണ്ടൻറ്റ് വേണമെങ്കിൽ നമുക്ക് മൊബൈൽ ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള കണ്ടൻറ്റ് ആഡ് ചെയ്യാനും പറ്റും. അതാണ് ഇതിനകത്തുള്ള ഫങ്ഷൻസ് വരുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ സെൻഡ് ചെയ്യുന്ന കണ്ടൻറ്റ് ഈ ഒരു ഡിസ്പ്ലേയുടെ കാർഡിനകത്ത് സേവ് ആയി കിടക്കുകയും പിന്നെ നമുക്ക് മൊബൈൽ ഫോൺ കണക്റ്റഡ് അല്ലെങ്കിലും ആ ഒരു കണ്ടൻറ്റ് ഇതിനകത്ത് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിനകത്ത് വന്നിട്ട് പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോസ് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ കണ്ടൻറ്റ് അവിടെ ജസ്റ്റ് സ്റ്റില്ലായിട്ട് നിർത്താം. അപ്പോൾ അത് മൂവ് ചെയ്യത്തില്ല, അങ്ങനെ നിൽക്കും. ഇന്ന് മൂവ് ചെയ്യണമെങ്കിൽ വീണ്ടും പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അത് മൂവ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഏതോ ഫങ്ഷൻസ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിൻ ഉപയോഗം വരുന്നത് നമ്മളുടെ മൊബൈൽ ഗാലറിയിലുള്ള ഈ വീഡിയോ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് ഓരോരോ കണ്ടൻറ്റ് നെക്സ്റ്റ് അടിച്ച് പ്ലേ ചെയ്ത് കാണാനും വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ഡിസ്പ്ലേക്കകത്ത് ഒരു വീഡിയോ ആഡ് ചെയ്യുന്നതാണ്. അതിനകത്ത് ആ പ്ലസ് ചിഹ്നം പ്രസ് ചെയ്യുക. പ്ലസ് ചിഹ്നം പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എവിടെ നിന്നാണ് ആഡ് ചെയ്യാനുള്ളതെന്ന്. അപ്പം ഞാനിപ്പോൾ മൊബൈൽ ആൽബം സെലക്ട് ചെയ്യുകയാണ്. ഇവിടുന്ന് ഞാൻ എൻ്റെ മൊബൈലിലെ ഗാലറിയിലുള്ള ഒരു വീഡിയോ ജസ്റ്റ് സെർച്ച് ചെയ്തെടുക്കുകയാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് ഗാലറി കിടക്കുന്ന ഒരു വീഡിയോ എടുക്കുകയാണ്. ഗാലറി കിടക്കുന്ന ആ ഒരു LED ലൈറ്റിൻ്റെ വീഡിയോ ഞാൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വീഡിയോയുടെ ലെങ്ത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സർക്കിളിനുള്ളിൽ കാണുന്നതാണ് നമ്മുടെ ഡിസ്പ്ലേയിൽ പ്ലേ ആവുക. ഞാനിപ്പോൾ ഇത് എക്സാമ്പിളായിട്ട് കാണിക്കുന്നെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ടുള്ളതുണ്ട്, 3D ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നൊക്കെ ഇമേജസ് വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ നിന്നൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇവിടെ മുകളിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ നെയിം ഇടാൻ കൊടുക്കും. ഫയൽ നെയിം വന്നു കഴിഞ്ഞാൽ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേക്കകത്തോട്ട് കയറും. അപ്പോൾ ഒരു ബ്ലൂ റിങ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഈ ബ്ലൂ റിങ് ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും. ലോഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ബ്ലൂ റിങ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. ബ്ലൂ റിങ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വലുതാവുന്നതിനനുസരിച്ചിട്ട് ആ ഒരു കാർഡിനകത്തോട്ട് നമ്മളുടെ വീഡിയോസ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു 2 to 3 minutes സമയമെടുക്കും ഇത് ഫുള്ളായിട്ട് ലോഡാവാൻ. അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ കാണുകയും ചെയ്യാം എത്ര % ആണെന്നുള്ളത്. ഇത് വന്നിട്ട് 100% ആയി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ലോഡാവും. ഇപ്പോൾ ഏതാണ്ട് 90% ആയിക്കഴിഞ്ഞു. ജസ്റ്റ് കുറച്ച് സമയം കൊണ്ട് തന്നെ അതിനകത്ത് ഫുൾ വീഡിയോ ലോഡായി കഴിഞ്ഞാൽ അതിനകത്തോട്ട് ആ കണ്ടൻറ്റ് പ്ലേ ആവും. കണ്ടൻറ്റ് പ്ലേ ആവുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇട്ട കണ്ടൻറ്റ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്തോട്ട് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ആ വീഡിയോ വന്നിട്ടുണ്ട്, LED-യുടെ വീഡിയോ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ കണ്ടൻറ്റ് ഇതിനകത്തോട്ട് ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഫാൻ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഇത് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇതിന് പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.